ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബജ്ജീസാണ്. ഒരു മാവ് ഉണ്ടാക്കിയിട്ട് അതിൽ 10 വകയായിട്ടുള്ള ബജ്ജീസാണ് ഉണ്ടാക്കി കാണിക്കണത്. ഏതിലൊക്കെയാണ് ബജ്ജികൾ ചെയ്തിരിക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണേ. ഞാനിന്ന് തട്ടുകടയിൽ ചെയ്യണ മാവിൻ്റെ അതേപോലെ തന്നെയാണ് ഇന്ന് പ്രിപ്പയർ ചെയ്യണത്. ഞാനൊരു തട്ടുകടയുടെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. ആ തട്ടുകടയിലെ ചേട്ടനാണ് ഈ മാവിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നത്, എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്നുള്ളത്. ഇതിലേക്ക് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല, എന്നാലും നമ്മൾ കടലമാവ് കുറച്ച് കൂടുതൽ ചേർക്കണം. കടലമാവ് ഇടാം. അടുത്തത് അരിപ്പൊടി, പിന്നെ വേണ്ടത് മൈദയാണ്. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് മൈദ യൂസ് ചെയ്യാറില്ല. തട്ടുകടയിലെ ചേട്ടൻ പറഞ്ഞു മൈദ അവർ ആഡ് ചെയ്യുന്നു, അതുകൊണ്ട് ഞാനിന്ന് മൈദ ആഡ് ചെയ്യണു. പിന്നെ അടുത്തത് മുളക് പൊടി. ഞാൻ കശ്മീരി ചില്ലി പൗഡറാണ് എടുക്കണത്, നിങ്ങൾക്ക് നോർമലായിട്ടുള്ളതും എടുക്കാം. എനിക്ക് ഇവിടെ അധികം എരിവ് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇത് ആഡ് ചെയ്യണത്. മാത്രമല്ല നല്ല കളറും കിട്ടും. പിന്നെ കുറച്ച് കായപ്പൊടി, പിന്നെ ചേർക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ്, ആപ്പപ്പൊടി എന്ന് പറയും. ഇത്രയും കാര്യങ്ങളാണ് തട്ടുകടയിലെ മാവിൽ യൂസ് ചെയ്യണത്. എനിക്ക് തോന്നുന്നു അഡീഷണലായിട്ട് അവർ മൈദ മാത്രമേ ചേർത്തിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷേ ഞാൻ അഡീഷണലായിട്ട് ഒന്നുകൂടെ ആഡ് ചെയ്യും. ഞാൻ ബജ്ജി, ബോണ്ട, പഴംപൊരിയിലൊക്കെ ആഡ് ചെയ്യണ സംഭവമാണ് അരി ഉഴുന്നിൻ്റെ മാവ്, ഇഡ്ലി മാവ്. എനിക്ക് എൻ്റെ മദർ ഇൻ ലോ പറഞ്ഞു തന്നതാണ്. ഇത് തട്ടുകടയിൽ യൂസ് ചെയ്യാറില്ല, പക്ഷെ ഞാൻ ഇട്ടു എന്ന് മാത്രം. ഇതിലായിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. എപ്പോഴും നമ്മൾ മിക്സ് ചെയ്ത ശേഷം മാവ് എല്ലാ കാര്യത്തിലും ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ഇപ്പോഴും എണ്ണയിൽ വറുത്ത് കോരുന്ന കാര്യങ്ങളെല്ലാം ഉപ്പ് കുറച്ച് മാവിൽ കൂടുതലായിട്ട് നിൽക്കണം. അത് പറഞ്ഞ് ഒരുപാട് കൂടുതലാവരുത്. അപ്പോൾ എണ്ണയിൽ വറുത്ത് വരണ സമയത്ത് അത് കറക്റ്റായിരിക്കും. ഇപ്പോൾ മാവിൽ തന്നെ ഉപ്പില്ലെങ്കിൽ എണ്ണയിൽ വറുത്ത് കോരുമ്പോഴേക്കും ഒട്ടും ഉപ്പില്ലാതെ ആവും. കുറച്ച് കുറച്ചായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഒറ്റയടിക്ക് ഒഴിക്കരുത്. മാവ് ഒരുപാട് ലൂസാവാൻ പാടില്ല. ഏകദേശം മിക്സായി കഴിയണ സമയത്ത് പിന്നെ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. കുറച്ച് കൂടിപ്പോയാൽ പിന്നെ നമ്മൾ അഡീഷണലായിട്ട് വീണ്ടും മാവൊക്കെ ഇടേണ്ടി വരും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ടായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി വേണം. ഇതാണ് അവിടെ ഞാൻ കണ്ട കൺസിസ്റ്റൻസി. മാത്രമല്ല ഞാൻ ഉണ്ടാക്കുമ്പോഴും എപ്പോഴും ഇതേപോലെയാണ്. എന്നാലേ നമ്മൾ എന്ത് ഇടണോ അത് നന്നായിട്ട് അതിലൊട്ടിപ്പിടിക്കുള്ളൂ മാവ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് എണ്ണയിൽ വറുത്ത് കോരാം. ആദ്യം ഞാൻ എടുക്കുന്നത് എല്ലാവരുടെയും ഫേവറേറ്റായ വാഴയ്ക്ക ബജ്ജി തന്നെയാണ്. അത് തോലൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചാണ്. കണ്ടില്ലേ, വളരെ തിന്നായിരിക്കണം. ഇനി നമുക്ക് മാവിൽ മുക്കിയിട്ട് വറുത്ത് കോരാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. വൺസ് ചൂടായി കഴിഞ്ഞാൽ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം. നമ്മുടെ ഈ മാവിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്യുക. എണ്ണയിലിടുക. തിരിച്ചിടാം. രണ്ട് ഭാഗവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. നമ്മുടെ ചുടുചുട വാഴയ്ക്ക ബജ്ജി റെഡിയായി. ഇനി അടുത്ത് ഞാൻ എടുക്കണത് ഉരുളക്കിഴങ്ങാണ്. അതും ഇതേപോലെ തിന്നായിട്ട് മുറിച്ചിട്ടുണ്ട്. നന്നായിട്ട് മുക്കുക, ഇടുക. എല്ലാത്തിലും രണ്ട് പീസ് ഞാൻ കാണിക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്, നമുക്കെടുക്കാം. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ബജ്ജിയും റെഡിയായി. അടുത്തത് എന്താ അറിയോ എടുക്കാൻ പോണത്? നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മുളക് ബജ്ജി. അതിൻ്റെ അകത്തെ കുരുക്കളൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറുത്ത് കോരാം.
തിരിച്ചിടാം. ഈ 10 കാര്യങ്ങൾ ഞാൻ സ്വരൂപിച്ച് വെക്കാൻ വല്ലാത്ത പാടുപെട്ടു. കാരണം ഒന്നുണ്ടെങ്കിൽ ഒന്നുണ്ടാവില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലി ഞാൻ ഈ എഫേർട്ട് എടുത്ത് ചെയ്യണത്. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്കെടുക്കാം. അങ്ങനെ നമ്മുടെ മുളക് ബജിയും റെഡിയായി. ഇനി അടുത്തത് വെങ്കായ ബജി. അത് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, തോല് കളഞ്ഞിട്ട്. അതിലേക്ക് ഇടാം. മറിച്ചിടാം. എടുക്കാം. വെങ്കായ ബജിയും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് മുട്ട ബജിയാണ്. തട്ടുകടയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു കീറൽ കൂടെ കീറും. ഞാൻ അങ്ങനെ ചെയ്യണില്ല. അങ്ങനെ ഒരു മുട്ടയെ അവർ 4 പീസായിട്ടാണ് കട്ട് ചെയ്യാറ്. ഇടാം. എടുക്കാം. അങ്ങനെ നമ്മുടെ 5ാമത്തെ മുട്ട ബജിയും റെഡിയായി. അടുത്ത ഞാൻ എടുക്കുന്നത് കോളിഫ്ലവറാണ്. ഇത് ഞാൻ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വെള്ളത്തിലൊന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുത്താണ്. നമുക്ക് ഓരോ ഫ്ലവറായിട്ട് മുക്കിയെടുക്കാം. തിരിച്ചിടാം. എടുക്കാം. അങ്ങനെ നമ്മുടെ 6ാമത്തെ കോളിഫ്ലവർ ബജിയും റെഡിയായി. ഇനി 4 ഉണ്ട്. അടുത്തത് ക്യാപ്സിക്കമാണ്. അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്താണ്. മാവിലേക്ക് മുക്കുക. തിരിച്ചിടാം. ഇനി ഇതെടുക്കാം. 7ാമത്തെ ബജി റെഡിയായി, ക്യാപ്സിക്കം ബജി. ഇനി അടുത്തത് ബ്രെഡാണ്. അതിൻ്റെ അരുകൊക്കെ കളഞ്ഞിട്ടുണ്ട്. അതും ഇതേപോലെ നന്നായിട്ട് ഡിപ്പ് ചെയ്യാം. തിരിച്ചിടാം. എടുക്കാം. അങ്ങനെ നമ്മുടെ 8ാമത്തെ ബ്രെഡ് ബജിയും റെഡിയായി. അടുത്തത് അപ്പളമാണ്. പപ്പടത്തിൽ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ഇവിടെയൊക്കെ അപ്പളത്തിൽ ചെയ്യാറുണ്ട്, തമിഴ്നാട്ടിൽ. ഇതേപോലെ നന്നായിട്ട് ഡിപ്പ് ചെയ്യാം. തിരിച്ചിടാം. എടുക്കാം. അങ്ങനെ 9ാമത്തെ അപ്പള ബജിയും റെഡിയായി. ഞാൻ എടുത്തത് വഴുതിനങ്ങയാണ്. ശരിക്കും ഈ വഴുതിനങ്ങ കൊണ്ട് എല്ലാട്ടോ ചെയ്യുക. വലിയ വഴുതിനങ്ങയില്ലേ, ഡാർക്ക് വയലറ്റ് കളറിൽ, അതുകൊണ്ടാണ് സാധാരണ ചെയ്യുക. അത് വട്ടത്തിൽ അരിയാൻ പറ്റും. നന്നായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് ഡിപ്പ് ചെയ്തെടുക്കണം. അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ വഴുതിനങ്ങയിൽ ചെയ്യണത്. അതേപോലെ നന്നായിട്ട് മാവൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഇടാം. തിരിച്ചിടാം. അങ്ങനെ ലാസ്റ്റ് വഴുതിനങ്ങ ബജിയും റെഡിയായി. വാഴയ്ക്ക ബജി, ഉരുളക്കിഴങ്ങ് ബജി, ഉള്ളി ബജി, മുളക് ബജി, മുട്ട ബജി, കോളിഫ്ലവർ ബജി, ബ്രെഡ് ബജി, ക്യാപ്സിക്കം ബജി, അടുത്തത് അപ്പള ബജി, പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വഴുതിനങ്ങ ബജി. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് വെക്കുകയാണ്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചായ ഇല്ലെങ്കിൽ ഇതൊന്നും കംപ്ലീറ്റ് ആവില്ല.
അങ്ങനെ എൻ്റെ 10 വെറൈറ്റി ഓഫ് ബജ്ജീസ് ഇഷ്ടമായ എല്ലാവർക്കും ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഓൾ.